Hello my dears, welcome to ECS online class. നമ്മൾ പ്രാക്ടീസ് ബുക്ക് പഠിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ബാക്കി പഠിക്കാം. എല്ലാവരും പ്രാക്ടീസ് ബുക്ക് എടുത്തേ. Question ആണ് page number 23. 248 men and 326 women attended a meeting. How many people did attend that meeting in all? എന്താണ് 248 ആണുങ്ങൾ അല്ലേ, ആണുങ്ങളും 326 പെണ്ണുങ്ങളും ഒരു മീറ്റിംഗ് പങ്കെടുത്തു. അങ്ങനെയെങ്കിൽ ആ മീറ്റിംഗിൽ ടോട്ടൽ നമ്പർ എത്ര പേര്, ഈ ആണുങ്ങളും പെണ്ണുങ്ങളും കൂട്ടി എത്ര ടോട്ടൽ ജനങ്ങൾ പീപ്പിൾസ് എന്താണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ടേ കൂടെ ആഡ് ചെയ്താൽ മതിയാവും അല്ലേ. നമ്പർ ഓഫ് മെൻ ഇസ് ഈക്വൽ ടു നമ്മുടെ എഴുതിക്കേ 248. നമ്പർ ഓഫ് വുമൻ എന്താണ് 326. Total number of people attended the meeting. അങ്ങനെയെങ്കിൽ total number of people attended the meeting എന്തായിരിക്കും? 248 plus 326 ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും. ഓക്കെ, ഇവിടെ ചെയ്ത് മിസ് ആൻസർ അയച്ചു തരിക. Gopal sold 432 oranges, 432 oranges, 249 apples and 63 watermelon on a day. Gopal 432 orange വിറ്റു, 249 ആപ്പിൾസും വിറ്റു, 63 തണ്ണിമത്തങ്ങയും വിറ്റിട്ടുണ്ട് ഒരു ദിവസം. How many fruits did he sell all together? അങ്ങനെയെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് അദ്ദേഹം വിറ്റ ഫ്രൂട്ട്സിന്റെ എണ്ണം എത്രയാണ്? എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ. നമ്പർ ഓഫ് ഓറഞ്ചസ് ഗോപാൽ സോൾഡ് ഇസ് ഈക്വൽ ടു എന്താണ് 432. അവിടെ എഴുതിക്ക് 432. നമ്പർ ഓഫ് ആപ്പിൾസ് ഗോപാൽ സോൾഡ് 249. Number of watermelon Gopal sold എന്താണ് 63. എത്ര തണ്ണിമത്തങ്ങയാണ് 63. Total number of fruits sold നിങ്ങൾ എങ്ങനെ എഴുതും? Total number of fruits sold അങ്ങനെ അഡിഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യണം? Total number of 432 plus 249 plus 63 എന്ന് എഴുതിയിട്ട് ഉത്തരം കണ്ടുപിടിക്കാം. 432 plus 249 plus 63. ഓക്കെ, ആഡ് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യാം? 2 plus 9 എന്താണ് 10, 11 plus 3 14, 1 plus 3 4 plus 4 8 plus 6 എന്താണ് 14 4 1 plus 4 5 ആണ്. 5 plus 2 എന്താണ് 7. അപ്പോൾ ടോട്ടൽ എത്ര ഫ്രൂട്ട്സ് അദ്ദേഹം വിറ്റു? 744. ഓക്കെ, അപ്പോൾ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് സോൾഡ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് 432 plus 249 plus 63 എന്ന് എഴുതി ഉത്തരം സ്വന്തമായി നോട്ട്ബുക്കിൽ ചെയ്താൽ മതി. സ്വന്തമായി നോട്ട്ബുക്കിൽ ചെയ്തിട്ട് ഉത്തരം നമ്മുടെ ലാസ്റ്റ് ഇസ് ഈക്വൽ ടു 744 ഫ്രൂട്ട്സ് എന്ന് എഴുതണം. ഓക്കെ, in a film theater 342 tickets were sold for the matinee. മാറ്റിനിക്ക് വേണ്ടി ഒരു തിയേറ്ററിൽ 342 ടിക്കറ്റ്സ് വിറ്റു. 357 ടിക്കറ്റ്സ് ഫസ്റ്റ് ഷോയ്ക്ക് വിറ്റു. 193 ഫോർ സെക്കൻഡ് ഷോ. സെക്കൻഡ് ഷോയ്ക്ക് വിറ്റ ടിക്കറ്റുകളുടെ എണ്ണം എത്രയാണ്? 193. അങ്ങനെയെങ്കിൽ how many tickets were sold in all? അങ്ങനെയെങ്കിൽ ആ തിയേറ്ററിൽ എത്ര ടിക്കറ്റ്സ് വിറ്റിട്ടുണ്ടാവും എന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കും എന്താണ് മാറ്റിനിക്ക് വിറ്റ ടിക്കറ്റിന്റെ എണ്ണം ഉണ്ട്. നമ്പർ ഓഫ് ടിക്കറ്റ്സ് സോൾഡ് ഫോർ മാറ്റിനി ഈസ് ഈക്വൽ ടു എന്താണ് 342. അവിടെ എഴുതിക്ക് 342 ടിക്കറ്റ്സ്. നമ്പർ ഓഫ് ടിക്കറ്റ്സ് സോൾഡ് ഫോർ ഫസ്റ്റ് ഷോ. ഫസ്റ്റ് ഷോയ്ക്ക് എത്ര വിറ്റു? 357. അവിടെ എഴുതിക്ക് 357 ടിക്കറ്റ്സ്. നമ്പർ ഓഫ് ടിക്കറ്റ്സ് സോൾഡ് ഫോർ സെക്കൻഡ് ഷോ എന്താണ്? സെക്കൻഡ് ഷോയ്ക്ക് എത്ര ടിക്കറ്റ്സുകൾ വിറ്റു? 193 ടിക്കറ്റ്സ് അല്ലേ. അവിടെ എഴുതാം 193. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ടിക്കറ്റ്സ് സോൾഡ് അങ്ങനെയെങ്കിൽ ആ തിയേറ്ററിൽ എത്ര ടിക്കറ്റ്സ് വിറ്റഴിച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കണം. എന്താണ് ആഡ് ചെയ്യുക? 342 പ്ലസ് 257 പ്ലസ് 193 എന്നവിടെ എഴുതണം. എന്നിട്ട് എഴുതിയിട്ട് ഉത്തരം നോട്ട്ബുക്കിൽ കണ്ടുപിടിച്ച് ഇതുപോലെ പേസ് വാല്യൂ അനുസരിച്ച് ആഡ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുക. ഉത്തരവും അവിടെ എഴുതുക. എന്താ ഉത്തരം അവിടെ എഴുതണം. ഓക്കെ, 23. In a cricket match സോജിൻ സ്കോർഡ് 178 റൺസ്. ക്രിക്കറ്റ് മാച്ചിൽ സോജിൻ എന്താണ് 178 റൺസ് എടുത്തിട്ടുണ്ട്. ബിജിൻ സ്കോർഡ് 158 റൺസ്. ബിജിൻ 158 റൺസും വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് മണി സ്കോർഡ് 87 റൺസ്. മണിക്ക് എത്ര കിട്ടി? 87 റൺസ് കിട്ടി. അങ്ങനെയെങ്കിൽ how many runs did they score all together? അങ്ങനെയെങ്കിൽ അവരെല്ലാവരും കൂടെ എത്ര സ്കോർസ്
കളക്ട് ചെയ്തിട്ടുണ്ട്, എത്ര സ്കോർസ് നേടിയിട്ടുണ്ട്, ഓക്കെ, എത്ര റൺസ് നേടിയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടോട്ടൽ ആഡ് ചെയ്യണം അല്ലേ? നമ്പർ ഓഫ് റൺസ് Sachin scored is equal to 178 runs. Number of runs Vijay scored is equal to 158 runs. Number of runs Mani scored is equal to 87 runs. Therefore, total number of runs scored is equal to എന്താണ്? 178 plus 158 plus 87 is equal to എന്താണ്? ഉത്തരം എന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതണം. ഓക്കെ, ഇനി ചാപ്റ്റർ 4 ലോങ് ആൻഡ് ഷോർട്ട്. മെഷർ ദ ലെങ്ത്. നമുക്ക് സ്കെയിൽ തന്നിട്ടുണ്ട് അവിടെ. ഇതിന്റെ ഒരു മെഷർ കണ്ടുപിടിക്കണം. നമ്മുടെ പെൻസിലെ ടിപ്പ് ഒരറ്റം സീറോയിൽ ടച്ച് ചെയ്തു, സീറോ ലൈനിൽ ടച്ച് ചെയ്തു, മറ്റേ അറ്റത്തിന്റെ നമ്മുടെ ആ മോന പെൻസിലിന്റെ മോന ഏത് ലൈനിൽ ടച്ച് ചെയ്തേക്കുന്ന 12 നേരെയാണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? എത്ര സെന്റിമീറ്റർ നീളമുണ്ട് ഈ പെൻസിലിന്? 12 സെന്റിമീറ്റർ. ഇനി അടുത്തത് മാച്ച് സ്റ്റിക്ക് ആണ്. ആ മാച്ച് സ്റ്റിക്ക് ഒരറ്റം സീറോയില്, മറ്റേ അറ്റം എവിടെയാണ്? 3 മുട്ടുന്നുണ്ടോ? ഉണ്ടല്ലേ? ആ ഏറ്റവും എക്സ്ട്രീം പിന്നെ വളഞ്ഞിരിക്കുന്ന ആ ഒരു അറ്റം എന്താണ്? 3 മുട്ടുന്നുണ്ട് അല്ലെ? 3യുടെ നേരെയാണ്, അപ്പോൾ 3 സെന്റിമീറ്റർ. ഇനി അടുത്ത ബ്രഷ് ആണ്. ബ്രഷ് ഒരറ്റം സീറോയില്, മറ്റേ അറ്റം എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് എത്ര സെന്റിമീറ്റർ എന്നവിടെ കണ്ടുപിടിച്ചിട്ട് എഴുതുക. 14 സെന്റിമീറ്റർ ആണ്. ഇനി ഒരു കുഞ്ഞു പെൻസിലാണ്. ആ പെൻസിൽ എത്ര സെന്റിമീറ്റർ എന്ന് കണ്ടുപിടിക്കുക. ഇനി ബ്രഷ് എത്ര സെന്റിമീറ്റർ എന്ന് കണ്ടുപിടിക്കുക. ബ്രഷിന്റെ ഒരു അറ്റം സീറോയില്, മറ്റേ അറ്റം എവിടെയാണ്? 11ലാണ്, 11 സെന്റിമീറ്റർ. ഓക്കെ, ഇനി മെഷർ ദ ലെങ്ത് യൂസിങ് എ സ്കെയിൽ. ഇനി നിങ്ങളൊരു സ്കെയിൽ എടുത്തിട്ട് ഇതിന്റെ മെഷർ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ പേനക്ക് എത്ര നീളമുണ്ടോ ഒരു അറ്റം സീറോയിൽ വെക്കുക, മറ്റേ അറ്റം ഇത് നമ്പറിന് നേരെയാണ് വരുന്നത്. ചിലപ്പോൾ 12 കഴിഞ്ഞ് 12നും 13ന്റെ ഇടക്കുള്ള നമ്പർ ആണെങ്കിൽ എങ്ങനെ എഴുതണം മിസ് പഠിപ്പിച്ചിട്ടുണ്ട്. പോയിന്റ് വെച്ച് എഴുതണം അല്ലെ? 12.5 സെന്റിമീറ്റർ, അല്ലെങ്കിൽ 12.3, അല്ലെങ്കിൽ 12.7 സെന്റിമീറ്റർ അല്ലെ? ഇനി ഒരു നൈഫ് ഉണ്ട്, ഒരു പിച്ചാത്തി ഉണ്ട്. ഒരു സ്കെയിലിൽ ഒരു അറ്റം ഇവിടെ ഈ പിച്ചാത്തിയുടെ ഒരു അറ്റത്ത് വെക്കുക, മറ്റേ അറ്റം ഈ പിച്ചാത്തിയുടെ ആ വളർന്നിരിക്കുന്ന ആ ഭാഗത്ത് സീറോ മുട്ടിക്കുക. എന്നിട്ട് എത്ര സെന്റിമീറ്റർ നീളമുണ്ടെന്ന് കണ്ടുപിടിക്കുക അല്ലെ? 16 ഒക്കെ ആണെങ്കിൽ 16 എഴുതാം, 16.1, 16.2 അങ്ങനെ എഴുതി പോവുക. ഇനി ബ്രഷ് നീളം കണ്ടുപിടിക്കുക, ഈ പെൻസിൽ നീളം, ഈ സ്ലൈഡിന്റെ നീളം, ഇത് നമ്മുടെ പിന്നിന്റെ നീളം കണ്ടുപിടിക്കുക. ഒരു അറ്റം സീറോയില്, മറ്റേ അറ്റം ഏത് നമ്പറിന് നേരെയാണ് സ്കെയിലിൽ വരുന്നതെന്ന് നോക്കിയിട്ട് അവിടെ അതായത് സെന്റിമീറ്ററിന് കണ്ടുപിടിച്ചിട്ട് എഴുതണം. ഇനി അടുത്ത ചോദ്യം, മെഷർ ദ ലെങ്ത് ഓഫ് ഈച്ച് ലൈൻ സെഗ്മെന്റ്. ഈ ഓരോ ലൈൻ സെഗ്മെന്റിന്റെയും ലെങ്ത് മെഷർ ചെയ്യുക. എ എന്ന് പറഞ്ഞ ചരിഞ്ഞ് കിടക്കുന്ന ലൈനില് ഒരറ്റത്ത് ഒരു എൻഡില് സീറോ സ്കെയിൽ വെച്ചിട്ട് സീറോ കണക്ട് ചെയ്ത് വെക്കുക, മറ്റേ എൻഡിൽ ഏത് നമ്പറാണ് വരുന്നതെന്ന് നോക്കുക. ചിലപ്പോൾ 7.8, 7.7 ഒക്കെ വരുന്നുണ്ട്. ബി 8.8, 8.7 ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എക്സാക്ട് ആയിട്ട് നോക്കുക കേട്ടോ. സി ലൈൻ 7 സംതിങ് ആണ്, ഡി ലൈൻ 5 സംതിങ് ആണ്, ഇ ലൈൻ 10 സംതിങ് ആണ്, എഫ് ലൈൻ 4 ആണ്. ഓക്കെ, ഇത് തന്നെയാണോ എല്ലാവരും സ്കെയിൽ എടുത്ത് ചെക്ക് ചെയ്യണം. ഇത് അവിടെ അതായത് ബോക്സിൽ ഓരോന്നും എഴുതണം കേട്ടോ. 7.8 സെന്റിമീറ്റർ, 8 സംതിങ് സെന്റിമീറ്റർ, 7.7 സെന്റിമീറ്റർ, 5.8 സെന്റിമീറ്റർ എന്നൊക്കെ തന്നെ എഴുതണം. ലാസ്റ്റ് എഫ് എന്ന് പറയുന്ന ലൈൻ 4 സെന്റിമീറ്റർ. സെന്റിമീറ്റർ എന്ന് എഴുതണം കേട്ടോ, യൂണിറ്റ് എഴുതണേ. യൂണിറ്റ് മസ്റ്റ് ആയിട്ട് വേണം, സെന്റിമീറ്റർ എന്ന് കൂടെ എഴുതണം. ഇപ്പോഴത്തുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം സെന്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ നമ്പർ മാത്രം കണ്ടുപിടിച്ച് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ പേജ് നമ്പർ 26 സെന്റിമീറ്റർ എന്ന് കൊടുത്തിട്ടില്ല, യൂണിറ്റ് കൊടുത്തിട്ടില്ല. നിങ്ങൾ സ്കെയിലിൽ മെഷർ ചെയ്ത സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് മസ്റ്റ് ആയിട്ടും ഈ മെഷർ ചെയ്ത ആ ലെങ്തിനൊപ്പം സെന്റിമീറ്റർ എന്ന് എഴുതണം. ഇനി വിച്ച് ഇസ് ദ ലാർജസ്റ്റ്, ഈ കൊടുത്ത ഏറ്റവും വലിയ ലൈൻ ഏതാണ്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ലൈനാണ് അല്ലേ? അതിൽ നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ നോക്കാം 7.8, 5.4, 10 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഏറ്റവും വലിയ നമ്പർ വരുന്ന ഏറ്റവും നീളമുള്ള ലൈൻ ഏതായിരിക്കും? എന്തെഴുതും? ലൈൻ ഇ എന്ന് എഴുതണം. ലൈൻ ഇ, LINE, ലൈൻ ഇ. വിച്ച് ഈസ് ദ ഷോർട്ടസ്റ്റ്, ഏറ്റവും ചെറിയ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഏതാണ്? 4 സെന്റിമീറ്റർ നീളം വരുന്ന എഫ് ലൈൻ ആണ് അല്ലെ? അപ്പൊ ലൈൻ എഫ് എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ മോർ ദാൻ 1 മീറ്റർ? ടിക്ക്. ഈ 1 മീറ്ററിനെക്കാട്ടി നീളം വരുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ടിക്ക് ചെയ്യുക. ലെങ്ത് ഓഫ് യുവർ ബെഞ്ച്, നിങ്ങളുടെ ഒരു ബെഞ്ചിന്, സ്കൂളിലെ ബെഞ്ചാണ്, ബെഞ്ചിന് എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. വീട്ടിലെ ടേബിൾ നോക്കുക. ഓക്കെ,
വീട്ടിലെ ടേബിളോ അല്ലെങ്കിൽ ചെയറോ നോക്കുക. എന്നിട്ട് ബെഞ്ചിന്റെ അവിടെ വെട്ടി ചെയർ എന്ന് എഴുതുക. ഓക്കെ, ചെയർ CHAIR. നിങ്ങൾ ചെയറിന്റെ നീളം നോക്കുക. ഓക്കെ, നീളം നോക്കുമ്പോൾ 1 മീറ്ററിനെക്കാട്ടി കൂടുതലാണെങ്കിൽ അവിടെ ടിക്ക് കൊടുക്കുക. ലെങ്ത് ഓഫ് യുവർ ടേബിൾ, നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ആ ടേബിളിന്റെ നീളം നോക്കുക. നീളം 1 മീറ്ററിനെക്കാട്ടി കൂടുതലാണെങ്കിൽ ടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. ലെങ്ത് ഓഫ് യുവർ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളുടെ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഇതിന്റെ ലെങ്ത് നോക്കുക. ലെങ്ത് നോക്കുമ്പോൾ 1 മീറ്റർ, 1 സെന്റിമീറ്റർ അല്ല, 1 മീറ്ററിനെ കാട്ടി നീളമുള്ളതാണെങ്കിൽ ടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട. 1 മീറ്ററിനെക്കാട്ടി ചെറുതാണ്, അതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ബ്ലാക്ക് ബോർഡ് ഒന്ന് വെട്ടി ടെക്സ്റ്റ് ബുക്ക് എന്നാക്കണം കേട്ടോ. ബ്ലാക്ക് ബോർഡ് ഇല്ല, നമുക്ക് സ്കൂളിലാണല്ലേ ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡ് ഒന്ന് വേണ്ട, ടെക്സ്റ്റ് ബുക്ക് എന്ന് എഴുതുക. ഓക്കെ, മാത്തമാറ്റിക്സ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന് നീളം നോക്കുക. യുവർ ഹൈറ്റ്, നിങ്ങളുടെ നീളം നോക്കുന്നത് എങ്ങനെ മിസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. നിങ്ങൾ നീളം 1 മീറ്ററിനെക്കാട്ടി കൂടുതലാണെങ്കിൽ സ്റ്റിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. വിഡ്ത് ഓഫ് യുവർ ടേബിൾ, ടേബിളിന്റെ വീതി അല്ലെ, ടേബിളിന്റെ വീതി നിങ്ങൾ നീളം നോക്കി, ഇനി വീതി നോക്കണം. ലെങ്ത് ഓഫ് യുവർ ഫിംഗർ, നിങ്ങളുടെ ഒരു ഫിംഗറിന്റെ ലെങ്ത്. ഓക്കെ, ഒരു ഫിംഗറിന്റെ ലെങ്ത് നോക്കുക. ഇനി ഹൈറ്റ് ഓഫ് യുവർ ക്ലാസ് റൂം ഡോർ, ക്ലാസ് റൂം വേണ്ട, നിങ്ങളുടെ വീടിന്റെ ഡോർ മതി. ആ ക്ലാസ് റൂം എവിടെ വെട്ടിയിട്ടേക്ക്, പെൻസിൽ ജസ്റ്റ് വെട്ടി കൊടുക്കുക. എന്നിട്ടോ ലെങ്ത് ഓഫ് യുവർ ഡോർ, എന്താണ് നിങ്ങളുടെ വീടിന്റെ കതവിന്റെ ഒരു ഡോറിന്റെ ഒരു നീളം നോക്കുക. നല്ല നീളമായിരിക്കും അല്ലെ. 1 മീറ്റർ ആണോ 1 മീറ്ററിനെക്കാട്ടി കൂടുതലാണെന്ന് കണ്ടുപിടിച്ചിട്ട് 1 മീറ്ററിനെക്കാട്ടി കൂടുതലാണെങ്കിൽ ടിക്ക് കൊടുക്കുക. ഇനി write the numbers of 6 students in your class, measure their height and complete the table. നമ്മുടെ ക്ലാസ്സിലെ 6 കുട്ടികളുടെ എന്താണ് പേരും ഹൈറ്റും എഴുതാനാണ്. ഇപ്പൊ ക്ലാസ്സിലല്ല എല്ലാവരും, അപ്പൊ അവിടെ എന്ത് എഴുതാം? Students and write the names of 6 members, MEMBERS, members. നിങ്ങളുടെ ഫാമിലിയിലെ 6 മെമ്പേഴ്സിന്റെ പേര് എഴുതുക, എന്നിട്ട് അവിടെ ഹൈറ്റ് എഴുതുക. ഓക്കെ, റൈറ്റ് ദ നെയിംസ് ഓഫ് 6 മെമ്പേഴ്സ് ഇൻ യുവർ ഫാമിലി. ക്ലാസ് വെട്ടി ഫാമിലി എന്നാക്കുക. മെഷർ ദ ഹൈറ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അവിടെ ഹൈറ്റ് മെഷർ ചെയ്യുക, എന്നിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഓരോരുത്തരും പേര് എഴുതുക, അവിടെ ഹൈറ്റ് കണ്ടുപിടിക്കുക. ഓരോരുത്തരും പേര് എഴുതി, അതിന് 6 മെമ്പേഴ്സിന്റെ പേര് എഴുതണം, ഹൈറ്റ് കണ്ടുപിടിക്കണം. നിങ്ങളുടെ അനിയൻ, അനുജത്തി, ഇക്ക, ഇത്ത, ഉമ്മ, വാപ്പ അങ്ങനെയുള്ളതിന്റെ ആകുമ്പോൾ 6 പേരൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 6 പേരുടെ പേര് എഴുതണം, അവിടെ ഹൈറ്റ് എഴുതണം. ഓക്കെ, എന്നിട്ട് ഹൂ ഇസ് ടോളസ്റ്റ്, ഏറ്റവും കൂടുതൽ പൊക്കമുള്ള ആർക്കാണ്, ഏറ്റവും കൂടുതൽ നമ്പർ ഹൈറ്റ് വരുന്നത്, നമ്പർ കൂടിയവർക്കാണ് ഏറ്റവും കൂടുതൽ പൊക്കമുള്ളത്. അതാരാണോ അവരുടെ പേര് അവിടെ എഴുതുക. ഇനി ഹൂ ഇസ് ഷോർട്ടസ്റ്റ്, ഏറ്റവും നീളം കുറഞ്ഞ വ്യക്തി ആരാണ്. ഈ ഹൈറ്റിന്റെ ടേബിൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. നേരെ നോക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം അല്ലെ, ഏകദേശം കാണുമ്പോൾ അറിയാം ഇനി ആൾക്ക് പൊക്കം കുറവായിരിക്കും അല്ലെ. അപ്പൊ അവരുടെ പേരവിടെ എഴുതുക. ഇനി അടുത്തത് സ്റ്റഡി ദ മാപ്പ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഓക്കെ, നമ്മൾ ആ മാപ്പ് നോക്കുക അല്ലെ. കുറച്ച് സ്ഥലങ്ങളുടെ പേരുണ്ട്, ആ സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരങ്ങളും കൊടുത്തിട്ടുണ്ട്, കിലോമീറ്റർ അല്ല കൊടുത്തേക്കുന്നത്. ഇനി ഹൗ ഫാർ ഇസ് പൊടിയൂർ ഫ്രം പൊന്മല. പൊടിയൂർ എവിടെ കിടക്കുക? പൊടിയൂർ ഏറ്റവും താഴെ ഇങ്ങറ്റത്ത് കിടക്കാം അല്ലെ. ആ പൊടിയൂരും പൊന്മലയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇടയ്ക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് 3 കിലോമീറ്റർ. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് അല്ലെ 3 കിലോമീറ്റർ. അപ്പൊ ആ ബോക്സിൽ എഴുതിക്ക് 3 km, കിലോമീറ്റർ. കിലോമീറ്ററിന് ചെറുതാക്കി എഴുതുന്നത് എങ്ങനെയാ? km. ഓക്കെ, 3 കിലോമീറ്റർ. ഹൗ ഫാർ ഈസ് പൊന്മല ഫ്രം പൂവല ഇഫ് വി ട്രാവൽ വിയ പൊടിയൂർ. എന്താണ്? പൊന്മലയിൽ നിന്നും പൂവല്ലയിലോട്ട് പോകുന്നതിന്, പൊടിയൂർ വഴി പോകുന്നതിന് എത്ര ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും? അപ്പൊ നമുക്ക് പൊന്മലയിൽ നിന്ന് യാത്ര തുടങ്ങി പൊടിയൂരിലെത്താൻ 3 കിലോമീറ്റർ ഉണ്ട്. പിന്നെ പൊടിയൂരിൽ നിന്ന് പൂവലയിലെത്താൻ 4 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ദൂരം സഞ്ചരിക്കേണ്ട വരും? 4 + 3 = 7 കിലോമീറ്റർ. അവിടെ എഴുതിക്ക് 4 + 3 = 7 കിലോമീറ്റർ എന്ന് എഴുതണം. ഇനി വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് റൂട്ട് ഫ്രം പൊന്മല ടു പുൽക്കാട്. പൊന്മലയിൽ നിന്നും പുൽക്കാട് എന്ന് കിടക്കുന്ന സ്ഥലത്തോട്ട് ഏറ്റവും എളുപ്പമുള്ള ഷോർട്ടസ്റ്റ് വഴി, ഏറ്റവും എളുപ്പം പെട്ടെന്ന് ഒരുപാട് ദൂരം ഇല്ലാത്ത വഴി ഏതാണ് കണ്ടുപിടിക്കണം. പൊന്മലയിൽ നമുക്ക് എങ്ങനെയൊക്കെ പോകാൻ പറ്റും? പൊന്മലയിൽ നിന്ന് പൂവല്ലയിൽ പോയിട്ട് പുൽക്കാട് പോകാൻ പറ്റും. പൊന്മലയിൽ നിന്ന് പൊന്മേട് പോയിട്ട് പുൽക്കാടിലെത്താൻ പറ്റും. പൊന്മലയിൽ നിന്ന് അല്ലെ പല രീതിയിൽ നമുക്ക് എത്താൻ സാധിക്കും. അല്ലെ പൊന്മലയിൽ നിന്ന് പൊടിയൂര് പോയി, പൊടിയൂരിൽ നിന്ന് പൂവല്ലയിൽ പോയി, പൂവല്ലയിൽ നിന്ന് പുൽക്കാട് പോകാൻ പറ്റും. അപ്പൊ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഏതായിരിക്കും?
ഏതായിരിക്കും? നമുക്ക് ഓരോന്ന് ആഡ് ചെയ്ത് നോക്കാം. പൊന്മല, പൊന്മേട്, പുൽക്കാട് അങ്ങനെ പോവുകയാണെങ്കിൽ 7 + 4 that is equal to 11 കിലോമീറ്റർ വരും. പൊന്മലയിൽ നിന്ന് പൂവല്ലയിൽ പോയിട്ട് പൂവല്ലയിൽ നിന്ന് പുൽക്കാട് പോവുകയാണെങ്കിലോ 8 + 5 that is equal to 13 കിലോമീറ്റർ വരും. ഇനി പൊന്മലയിൽ നിന്ന് പൊടിയൂർ, പൊടിയൂരിൽ നിന്ന് പൂവല്ല, പൂവല്ലയിൽ നിന്ന് പുൽക്കാട് പോവുകയാണെങ്കിൽ എങ്ങനെയാണ്? 3 + 4 + 5 വേണം. വലിയ നമ്പർ കിട്ടും. 3 + 4 എന്താണ്? 7. 7 + 5 എന്ത് കിട്ടും? 12 വന്ന് കിട്ടും. അപ്പൊ ഏറ്റവും ഷോർട്ടസ്റ്റ് ലെങ്ത് ഏതായിരിക്കും? പൊന്മല, പൊന്മേട്, പുൽക്കാടാണ് അല്ലേ? പൊന്മല, പൊന്മേട്, പുൽക്കാട് മുകളിലത്തെ ആ വഴി കൂടെ പോകാൻ പറ്റും അല്ലെ? എല്ലാവരും മാപ്പ് ശ്രദ്ധിക്കുക. മിസ് പറയുന്നത് ശ്രദ്ധിക്കുക, മാപ്പ് ശ്രദ്ധിക്കുക. അപ്പൊ 4 + 7 11 കിലോമീറ്റർ ആണ് അല്ലെ? അപ്പൊ അവിടെ എല്ലാവരും എഴുതിക്കും 11 കിലോമീറ്റർ. 11 കിലോമീറ്റർ ഉണ്ട്, 12 കിലോമീറ്റർ ഉണ്ട്, 13 കിലോമീറ്റർ ഉണ്ട് അല്ലെ? ഇങ്ങനെ ടോട്ടൽ ഓരോ വഴിയും കണക്ട് ചെയ്ത് പോകുമ്പോൾ ഓരോന്ന് ആഡ് ചെയ്യുമ്പോൾ ഇത്ര ദൂരം വരുന്നുണ്ട്. കൂടുതൽ ഏറ്റവും ചെറിയ നമ്പർ 11 ആണ് അല്ലെ? 11 കിലോമീറ്റർ അവിടെ എഴുതുന്നത്. ഇനി what is the length of the shortest route from പൊന്മേട് to പൊടിയൂർ? പൊന്മേടിൽ നിന്നും പൊടിയൂരിലോട്ട് പോകാൻ ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് ഏത്? ഏറ്റവും ചെറിയ റൂട്ട് ഏതാന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം പൊന്മേടിൽ നിന്ന് പൊന്മനയിൽ വന്നിട്ട് പൊന്മനയിൽ നിന്ന് പൊടിയൂർ പോകും. അപ്പൊ 7 + 3 10 കിലോമീറ്റർ വരും അല്ലെ? ഇനി പൊന്മേടിൽ നിന്ന് പൂവള്ളയിൽ വന്ന് പൂവള്ളയിൽ നിന്ന് പൊടിയൂർ പോകാം അല്ലെ? അപ്പൊ 5 + 4 9 കിലോമീറ്റർ വരും. അപ്പൊ ഷോർട്ടസ്റ്റ് റൂട്ട് ഏതാണ്? 5 + 4 9 കിലോമീറ്റർ വരുന്നത് അല്ലെ? അപ്പൊ പൊന്മേടിൽ നിന്ന് പൂവള്ളയിൽ വന്ന് പൂവള്ളയിൽ നിന്ന് പൊടിയൂർ പോകണം അല്ലെ? അപ്പൊ 9 കിലോമീറ്റർ അവിടെ എഴുതിക്കുക എല്ലാവരും. 5 + 4 is equal to 9 kilometers. Okay. Ini, how far one has to travel from Ponmede to reach Puvalla via Pulkkad? പൊന്മേടിൽ നിന്ന്, പൊന്മേട് എവിടെ നോക്കിയാൽ മുകളിൽ, പൊന്മേടിൽ നിന്ന് എന്താണ് പൂവള്ളയിലോട്ട് പോകണം, താഴത്തോട്ട് പോകണം. എന്നിട്ടോ പുൽക്കാട് വഴി വേണം പോകാൻ. ഓക്കെ, പുൽക്കാട് വന്ന ട്രയാങ്കിൾ പോലെ ഷേപ്പാണ്. പുൽക്കാട് വന്നിട്ട് വേണം പൊന്മേടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പൂവള്ളയിലോട്ട് പോകാം. ആ കാര്യമല്ല ഇവിടെ പറയുന്നത്. പൊന്മേടിൽ നിന്ന് പുൽക്കാടിൽ വന്ന് അവിടെ നിന്ന് വേണം പൂവള്ളിയിൽ പോവാൻ. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ എത്ര ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും? 4 + 5 എന്താണ്? 9 കിലോമീറ്റർ. അവിടെ എഴുതിക്കേ 4 + 5 9 കിലോമീറ്റർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അരുൺ സ്റ്റാർട്ട്സ് ഫ്രം പുൽക്കാട് ആൻഡ് ട്രാവൽസ് ടു പൂവള്ള. അരുൺ പുൽക്കാട് നിന്ന് യാത്ര ആരംഭിച്ചിട്ട് പൂവള്ളയിൽ പോയി. എന്നിട്ട് പിന്നെ പൊന്മലയിൽ പോയി. ഓക്കെ, പൊന്മലയിൽ നിന്ന് പിന്നെ പൊടിയൂരിലോട്ട് പോയി. 4 സ്ഥലങ്ങൾ സഞ്ചരിച്ചല്ലേ? എന്നിട്ട് തിരിച്ച് അതേ വഴി തന്നെ തിരിച്ച് പുൽക്കാടെത്തി. പുൽക്കാടിൽ നിന്ന് പൂവള്ളയിൽ പോയി, പൂവള്ളയിൽ നിന്ന് പൊന്മേട് പോയി, പൊന്മേടിൽ നിന്ന് പൊടിയൂർ പോയി. ഓക്കെ, അപ്പൊ തിരിച്ച് അതേപോലെ തന്നെ പൊടിയൂരിൽ നിന്ന് പൊന്മലയിൽ പോയി, പൊന്മലയിൽ നിന്ന് പൂവള്ള, പൂവള്ളയിൽ നിന്ന് തിരിച്ച് പുൽക്കാടെത്തി. വന്ന വഴി എങ്ങനെയാണോ അതേപോലെ തന്നെ തിരിച്ചു പോയി. അപ്പൊ ടോട്ടൽ എന്താണ്? ഹൗ മെനി കിലോമീറ്റേഴ്സ് ഡിഡ് ഹി ട്രാവൽ ഓൾ ടുഗദർ? അങ്ങനെയെങ്കിൽ അരുൺ എത്ര കിലോമീറ്റർ ടോട്ടലായിട്ട് സഞ്ചരിച്ചു എന്നറിയാൻ എന്ത് ചെയ്യണം? നമുക്ക് ഒരു സൈഡിൽ എത്ര ദൂരം സഞ്ചരിച്ചെന്ന് നോക്കാം. 5 കിലോമീറ്റർ. പുൽക്കാട് നിന്ന് പൂവള്ളയിലോട്ട് 5 കിലോമീറ്റർ, പൂവള്ളയിൽ നിന്ന് പൊന്മലയിലോട്ട് 8 കിലോമീറ്റർ, പിന്നെ പൊന്മലയിൽ നിന്ന് പൊടിയൂരിലോട്ട് 3 കിലോമീറ്റർ. അപ്പൊ 5 + 8 + 3 എന്താണ്? 5 + 8 എന്ത് കിട്ടും? 5 + 8 13, 13 + 3 16 അല്ലെ? 13 + 3 60 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ തിരിച്ച് അതേ 16 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ 16 + 16 എന്താണ്? എന്ത് കിട്ടും? 32 കിലോമീറ്റർ എന്ന് കിട്ടും അല്ലെ? 5 + 8 13 ആണ് അല്ലെ? 8 + 3 എന്താണ്? 5 + 8 13 ആണ്. 13 + 3 16 ആണ്. അപ്പൊ തിരിച്ചും അതേ ദൂരം തന്നെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ 16 + 16 എന്ത് കിട്ടും? 32 കിലോമീറ്റർ എന്ന് കിട്ടും. അപ്പൊ എല്ലാത്തിനും ആൻസർ ചെയ്യുന്നില്ല അല്ലെ? ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഷേപ്സ് ആൻഡ് ഡിസൈൻസ് അല്ലെ? പേജ് നമ്പർ 29. കളർ അല്ലെ? കളർ ചെയ്യാനാണേ. ട്രയാങ്കിൾ ഷേപ്പ് വരുന്നിടത്തെല്ലാം റെഡ് കളർ ചെയ്യണം. സ്ക്വയർ ഷേപ്പ് വരുന്നിടത്തെല്ലാം ബ്ലൂ കളർ ചെയ്യണം. റെക്ടാങ്കിൾ പോലുള്ള ഷേപ്പ് വരുന്നിടത്തെല്ലാം ഗ്രീൻ കളർ ചെയ്യണം. റൗണ്ട് വരുന്ന ഷേപ്പ് എല്ലാം യെല്ലോ കളർ ചെയ്യണം. ക്രയോൺസ് ഉപയോഗിച്ച് വേണം കളർ ചെയ്യാൻ. ഓക്കെ, കോൺ പോലെ വരുന്നിടത്തെല്ലാം റെഡ്, 4 സൈഡും ഈക്വൽ ആയിട്ട് വരുന്ന സ്ക്വയർ പോലെ സ്ഥലത്ത് ബ്ലൂ, ബോക്സ് പോലെ വരുന്നിടത്ത് ഗ്രീൻ, റൗണ്ട് പോലെ വരുന്നത് യെല്ലോ ആണ്. ഈ പേജ് നമ്പർ 29 ഈ ഫിഗേഴ്സ് രണ്ടും എല്ലാവരും കളർ ചെയ്യണം കേട്ടോ. അതിന് പ്രകാരം കളർ ചെയ്യണം.
ഇനി count the number of triangles in each picture. ഈ പിക്ചറിലെ ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്യണം. ട്രയാങ്കിൾ ഷേപ്പ് എന്താണ്? ഈ 3 സൈഡ് വരുന്നതാണ് അല്ലേ ട്രയാങ്കിൾ ഷേപ്പ്. അപ്പൊ ഫസ്റ്റ് ഷേപ്പ് നോക്കിയേ, ഒരു സ്ക്വയർ പോലെ വന്നിട്ട് അതിൻ്റെ അകത്ത് 2 ഡയഗണൽ ആയിട്ട് 2 വര കൊടുത്തിട്ട് ട്രയാങ്കിൾസ് നമ്പർ കൗണ്ട് ചെയ്യാം. നോക്കാം. 1 2 3 4. ഓക്കെ, 4 ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ? 1 2 3 4 4 ട്രയാങ്കിൾസ് കണ്ടുപിടിച്ചു. ഇനി ഈ ട്രയാങ്കിൾസ് ഒന്ന് നോക്കിക്കേ. ഇതൊരു ട്രയാങ്കിൾ അല്ലേ? ആണോ? കണ്ടോ? ഈ ഷേപ്പ് വരുന്ന മറ്റൊരു ട്രയാങ്കിൾ. അപ്പൊ നമ്പർ 5. ഇനിയോ ഇതൊരു ട്രയാങ്കിൾ ആണ് അല്ലേ? ഈ ഷേപ്പ് വരുന്ന മറ്റൊരു ട്രയാങ്കിൾ കിട്ടി. ഇനിയോ ഇനിയൊരു ട്രയാങ്കിൾ. ഇങ്ങനെ ട്രയാങ്കിൾ എടുക്കാൻ പറ്റത്തില്ലേ? കണ്ടോ? അപ്പൊ എന്തെന്ന് വായിക്കാം? നമ്പർ എന്ത് കിട്ടും? നമ്പർ 7 അല്ലേ? ഇനി എങ്ങനെയാണത്? ഇങ്ങനെ വരുന്ന ട്രയാങ്കിൾ എടുക്കാം. കണ്ടോ? ഇങ്ങനെ വരുന്ന ട്രയാങ്കിൾ ഉണ്ട്, ഇങ്ങനെ വരുന്ന ട്രയാങ്കിൾ ഉണ്ട്, ഇങ്ങനെ വരുന്ന ട്രയാങ്കിൾ ഉണ്ട്, ഇങ്ങനെ വരുന്ന ട്രയാങ്കിൾ ഉണ്ട്. അകത്ത് 4 ട്രയാങ്കിൾസും ഉണ്ട്. പുറത്ത് നമ്മള് 2 ഷേപ്പ് ഒരുമിച്ച് വെച്ചാൽ കിട്ടുന്ന ഈ ഷേപ്പ് ഒക്കെ വരുന്ന 4 ട്രയാങ്കിൾസ് നമുക്ക് കിട്ടും. അപ്പൊ ടോട്ടൽ 8 ട്രയാങ്കിൾസ് കിട്ടും കേട്ടോ. അപ്പൊ ആ സർക്കിളിൽ അവിടെ എന്തെന്ന് എഴുതും? താഴത്തുള്ള സർക്കിളിൽ പെൻസിൽ ഉപയോഗിച്ച് നമ്പർ 8 എന്ന് എഴുതണം. അടുത്ത ഫിഗർ നോക്കിക്കേ. അടുത്ത എത്ര ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ നോക്കുക. മാക്സിമം ട്രൈ ചെയ്യുക. എന്നിട്ട് ആ നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ താഴത്തെ റൗണ്ടിൽ എഴുതണം. ഇനി അങ്ങനെയുള്ള ആ ബാക്കിയുള്ള ഫിഗേഴ്സ് ഫുള്ളും എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് ആ താഴത്തെ റൗണ്ടിൽ എഴുതണം കേട്ടോ. ഇനി find the number of squares in each picture. ഈ ഓരോ പിക്ചേഴ്സിലെയും എത്ര നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഉണ്ട്? സ്ക്വയേഴ്സ് വെച്ച് നമുക്കറിയാം ഒരു ബോക്സ് പോലെ അല്ലെ? 4 ഷേപ്സും ഈക്വൽ ആയിരിക്കും. എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഫിഗറിൽ 1 2 3 4 അകത്ത് 4 സ്ക്വയേഴ്സ് ഉണ്ട് അല്ലെ? പിന്നെ പുറമേ ഉള്ള ഫസ്റ്റ് ഫിഗറിൽ ഇതിങ്ങനെയാണ് അല്ലെ? 1 2 3 4 സ്ക്വയേഴ്സ് ഉണ്ട്. പിന്നെയോ പുറമേ ഉള്ളതും ഒരു സ്ക്വയർ അല്ലേ? അപ്പൊ ടോട്ടൽ 5 എന്ന് കിട്ടും അല്ലെ? അപ്പൊ താഴത്തെ റൗണ്ടില് ടോട്ടൽ 5 എന്ന് എഴുതുക. ഇനി അടുത്തതിൽ എത്ര സ്ക്വയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്ന നമ്പർ അവിടെ എഴുതുക. അകത്ത് എത്ര 9 ഉണ്ട്, വെളിയിൽ 4 കിട്ടും. അപ്പൊ 5 + 4 എന്താണ്? 9 ആണ്. അപ്പോൾ അടുത്ത വലിയ ഇതിലും സ്ക്വയർ എത്ര നമ്പേഴ്സ് ഉള്ളത് കണ്ടുപിടിച്ചിട്ട് ആ നമ്പേഴ്സ് അവിടെ എഴുതുക. ഇനി കൗണ്ട് ദ എഡ്ജസ് ആൻഡ് കോർണേഴ്സ്. ഇനി എന്താണ്? എഡ്ജസും കോർണേഴ്സും കൗണ്ട് ചെയ്യാനാണ്. എഡ്ജ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു സൈഡ്. ഇപ്പൊ ഈ ട്രയാങ്കിളിലാണെങ്കിൽ എത്ര എഡ്ജ്, ഈ ട്രയാങ്കിളിലാണെങ്കിൽ എത്ര എഡ്ജ് എന്ന് ചോദിച്ചാൽ എന്താണ്? 1 2 3 അതിന്റെ സൈഡ് ആണ് അല്ലെ? എത്ര കോർണേഴ്സ് എന്ന് ചോദിച്ചാലോ എത്ര അറ്റങ്ങൾ, എത്ര മൂലകൾ അല്ലെ? കണ്ടില്ലേ? എത്ര കോർണേഴ്സ്? 3 കോർണേഴ്സ്. അപ്പൊ 3 എഡ്ജസ് ഉണ്ട്, 3 കോർണേഴ്സ് ഉണ്ട്. ഇനി അടുത്തത് ഒരു ബോക്സ്, ഒരു റെക്ടാങ്കിൾ ബോക്സിനാണെങ്കിലോ എത്ര എഡ്ജസ് ഉണ്ട് എന്ന് വെച്ചാൽ എത്ര സൈഡ്സ് ഉണ്ട്? 1 2 3 4 എഡ്ജസ് ഉണ്ട്. എത്ര കോർണേഴ്സ് ഉണ്ട്? അറ്റങ്ങളിലായിട്ട് എത്ര മൂലകളുണ്ട്, എത്ര വശങ്ങളുണ്ട് നോക്കിയേ? 4 കോർണേഴ്സ് ഉണ്ട് അല്ലെ? ഇനി അടുത്തത് ഈ ഷേപ്പ് അല്ലെ? ഈ ഷേപ്പിൽ എത്ര സൈഡ്സ് ഉണ്ട്, എത്ര എഡ്ജസ് ഉണ്ട്? 1 2 3 4 അല്ലെ? 4 സൈഡ്സ് ഉണ്ട്. 1 2 3 4 സൈഡ്സ് ഉണ്ട്. എത്ര കോർണേഴ്സ് ഉണ്ട് നോക്കിക്കേ? 1 2 3 4 മുകളിൽ 2 താഴെയും 2. അപ്പൊ എത്രയാണ്? 4 കോർണേഴ്സ്. ഇനി ഈ ഒരു ഹെക്സഗൺ ഷേപ്പില് എത്ര എഡ്ജസ് ഉണ്ട് നോക്കിക്കേ? ഈ ഒരു ഹെക്സഗൺ ഷേപ്പില് എത്ര എഡ്ജസ് ഉണ്ട്? 1 2 3 4 5 6. എത്രയാണ്? 6 എഡ്ജസ് ഉണ്ട്. എത്ര കോർണേഴ്സ് ഉണ്ട്? മുകളിൽ 2, ഇടയ്ക്ക് 2 എണ്ണം, താഴെയും 2. ടോട്ടൽ 6 കോർണേഴ്സ്. ഇനി ഒരു പെന്റഗൺ ഷേപ്പ്. ഓക്കെ, ഈ പെന്റഗൺ ഷേപ്പിൽ എത്ര എഡ്ജസ് ഉണ്ട്? 1 2 3 4 5 സൈഡ്സ് അല്ലെങ്കിൽ 5 എഡ്ജസ് ഉണ്ട്. എത്ര കോർണേഴ്സ് ഉണ്ട്? മുകളിൽ 1, ഇടയ്ക്ക് 2 എണ്ണം, പിന്നെ താഴെ 2 എണ്ണം. ടോട്ടൽ 5 കോർണേഴ്സും 5 എഡ്ജസും അല്ലെ? ഇനി റൗണ്ട്. ഈ റൗണ്ടിൽ എത്ര എഡ്ജസ് ഉണ്ട്, എത്ര കോർണേഴ്സ് ഉണ്ട്? റൗണ്ട് ഒരു കർവ് ഷേപ്പ് ആണ് അല്ലെ? ആ കർവ് ഷേപ്പിൽ ഒരിക്കലും എഡ്ജസ് ഇല്ല, സൈഡ്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല. കോർണേഴ്സ് ഉണ്ടാവോ? സ്ട്രെയിറ്റ് ലൈൻസ് എവിടെയെങ്കിലും വന്നാലേ കോർണേഴ്സ് ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പോൾ റൗണ്ട് ഷേപ്പിന് എഡ്ജസും ഇല്ല, കോർണേഴ്സും ഇല്ല. അപ്പൊ അവിടെ രണ്ടിടത്തും 0 എന്ന് എഴുതണം. ഓക്കെ, ഇനി കംപ്ലീറ്റ് ദ ടേബിൾ. നെയിം ദ ഒബ്ജക്ട്, നമ്പർ ഓഫ് കോർണേഴ്സ്, നമ്പർ ഓഫ് എഡ്ജസ്. ഇപ്പൊ എഡ്ജസ് കൗണ്ട് ചെയ്യാനും കോർണേഴ്സ് കൗണ്ട് ചെയ്യാനും എല്ലാവരും പഠിച്ചല്ലേ?
അങ്ങനെയെങ്കിൽ താഴെ കാണുന്ന ഈ ഒബ്ജക്ട്സിന് എത്ര എഡ്ജസ് ഉണ്ട്, എത്ര വശങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കും. മാച്ച് ബോക്സ് നമ്മുടെ തീപ്പെട്ടിക്കൂട്, അതിന് എത്ര എഡ്ജസ് ഉണ്ടാവും, എത്ര എഡ്ജസ് ഉണ്ട് അത് കണ്ടുപിടിക്കുക. ഓക്കെ, 12 എഡ്ജസ് കാണും. എത്ര എഡ്ജസ് ഉണ്ട്, എത്ര കോർണേഴ്സ് ഉണ്ട്, 12 കോർണേഴ്സ് ഉണ്ടാവും. എത്ര നമ്പർ ഓഫ് എഡ്ജസ് ഉണ്ട് അത്രയും തന്നെ കോർണേഴ്സ് കാണും. കാരണം തീപ്പെട്ടിയുടെ ആ കൂടെന്ന് പറഞ്ഞാൽ കറക്റ്റ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻസാ. അപ്പൊ എത്ര നമ്പർ ഓഫ് എഡ്ജസ് ഉണ്ടോ അത്രയും തന്നെ കോർണേഴ്സ് ഉണ്ടാവും. ഓക്കെ, നോട്ട്ബുക്ക്. ഈ നോട്ട്ബുക്ക് നോക്കിക്കേ എത്ര എഡ്ജസ് ഉണ്ട്, 1 2 3 എത്ര സൈഡ്സ് ഉണ്ട്, പുറകിലുണ്ടല്ലേ 1 2 3 4. ഓക്കെ, അങ്ങനെ അത് അവിടെ എഴുതുക. ഇനി ബോൾ റൗണ്ട് ഷേപ്പ് ആണ്, ഓർത്തോണം. എഡ്ജസും ഇല്ല കോർണേഴ്സും ഇല്ല. ഡൈ നമ്മൾ ഈ ലുഡു കളിക്കാൻ ഉപയോഗിക്കുന്ന മിസ് പഠിപ്പിച്ചു തന്നെയാണ്. അതിനും ഈ തീപ്പെട്ടി കൂട് പോലെ തന്നെയുള്ള എഡ്ജസും കോർണേഴ്സും ഉണ്ടാവും. ആപ്പിളും റൗണ്ട് ഷേപ്പാണ്, അതിന് എഡ്ജസും കോർണേഴ്സും ഇല്ല. ഓക്കെ, അപ്പോൾ ആ വർക്ക് എല്ലാവരും ചെയ്യുക. ഇനി പേജ് നമ്പർ 32. കംപ്ലീറ്റ് ദീസ് പാറ്റേൺസ്. ഈ പാറ്റേൺസ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇതുപോലെ തന്നെ കണ്ടിന്യൂ ആയിട്ട് വരച്ചു പോവുക. പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്താൽ മതി കേട്ടോ. പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുക. ഇനി മേക്ക് യുവർ ഓൺ പാറ്റേൺസ് ഓൺ ദ ഗ്രിഡ് ബിലോ. ഈ പേജ് നമ്പർ 33 ഈ ഒരു ഗ്രിഡില്, ഈ ഒരു ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് വരയ്ക്കാം. വരച്ചിട്ട് അത് കണ്ടിന്യൂ ചെയ്യുക. കാരണം ഒരു 3-4 പാറ്റേൺസ് വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, കളർ പെൻസ്, കളർ ക്രയോൺസ് ഉപയോഗിക്കാം. അങ്ങനെ ഗ്രിഡ്സ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഈ പേജ് നമ്പർ 33 വരെയുള്ള വർക്ക്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഇവിടെ വരെയുള്ള വർക്ക്സ് ചെയ്ത് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് സെൻഡ് ചെയ്യണം. ഡൗട്ട് ഉള്ള വർക്ക്സ് എല്ലാം ഇത് നോട്ട്ബുക്കിൽ ചെയ്യാം. റഫ് ബുക്ക് എടുക്കണം, നോട്ട്ബുക്കിൽ ചെയ്യാം. എന്നിട്ട് ആൻസേഴ്സ് എല്ലാം ഈ നമ്മുടെ പ്രാക്ടീസ് ബുക്കിൽ വേണം. പെൻസിൽ ഉപയോഗിക്കാം, ക്രയോൺസ് ഉപയോഗിക്കാം, സ്കെയിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇതെല്ലാം ചെയ്ത് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് അയച്ചു തരണം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.